വയനാട്ടിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ മീൻ കിട്ടുന്ന കുറേ പ്ലേസ് ഉണ്ട്. അതിലൊരു പ്ലേസിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ബാ പോയി നോക്കാം. ഈ വയനാട്ടിൽ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മീൻ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇതേതാടി സ്ഥലം? കൊളവള്ളി. അവിടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ വണ്ടി പോയിട്ട് ഇത് നോക്ക്, ഫുള്ള് ചെളിയാണ്. ഈ മണ്ണ് ശ്രദ്ധിച്ചോ, ഇവിടെ ഫുള്ള് കറുത്ത മണ്ണാണ് ഇവിടെ കാണുന്നത്. ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ വെള്ളം കയറും. അവിടെയാണ് നമ്മൾ പോകുന്നത്. അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ? അവിടെ കബനിയാണ്, കബനി. പുൽപ്പള്ളിയിൽ നിന്ന് ഏകദേശം 11 കിലോമീറ്റർ വേണം കൊളവള്ളിയിലെത്താൻ. ഇത് ശരിക്കും കേരളത്തിൻ്റെ ഒരു ബോർഡറാണ്. ഈ പുഴേൻ്റെ അപ്പുറം ഫുള്ള് കർണാടകയാണ്. ഒരുപാട് സ്ഥലത്തുനിന്ന് മീൻ പിടിക്കാൻ വേണ്ടി ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇതാ ഇതുപോലെ വലയെറിഞ്ഞും കൊട്ടത്തോണിയിൽ പോയിട്ടും അങ്ങനെ എല്ലാം അവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. വലയെറിഞ്ഞതാ ഇങ്ങനെ മീൻ പിടിക്കുന്ന കാണാൻ ഒരു പ്രത്യേക രസമാണ്. എന്തായാലും കുറേ നേരം നോക്കി നിന്നു. അത് അറിയില്ലാത്ത ആൾക്കാർ ഈ വലയെറിയാൻ പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇതെല്ലാം കൂടെ കെട്ടുപിടിച്ച് ആകെ പണി പാടും, ഇല്ലെങ്കിൽ നേരെ വെള്ളത്തിൽ കിടക്കും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവുക. ഇനി ഇവിടെ ഒരു മീനും ഇല്ല, ഒന്നുമില്ല. ഈ ചെളിയെല്ലാം കടന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഒന്നും കിട്ടിയില്ല. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് തീരെ മീനില്ല ഇവിടെ. 2 ദിവസം മുമ്പ് വരെ ഭയങ്കര കുറേ മീൻ കിട്ടിയെന്ന് പറഞ്ഞു. ഇവിടുന്ന് നമ്മൾ അവിടെയാണ് ബൈക്ക് വെച്ചിട്ട് വന്നത്. ഇനി അങ്ങോട്ട് നടക്കണം. ഇതിലെ ട്രാക്ടർ മാത്രമേ കയറിപ്പോയെന്ന് തോന്നുന്നല്ലേ. കണ്ടോ, കട്ട ചെളിയാണ് ഇവിടെ. പക്ഷേ നല്ല കറുത്ത ചെളി. മിക്കവാറും ഞാനായിരിക്കും വീഴുന്നത്. ഇങ്ങോട്ട് വരുന്നവർ മുകളിൽ വണ്ടി വെച്ചിട്ട് ഇങ്ങോട്ട് നടന്നു വരുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഇനി ഒരു മഴയൊക്കെ പെയ്തിട്ട് പോയാൽ മതി, അല്ലാണ്ട് അവിടെ പോയിട്ട് ഇനി ഒരു കാര്യമില്ല. നമ്മൾ ഫസ്റ്റ് സ്ഥലത്ത് പോയിട്ട് മീൻ കിട്ടിയില്ല, അപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോവുക. ഇന്ന് മീൻ മേടിച്ചിട്ടേ പോകുന്നുള്ളൂ. ഈ വയനാട്ടിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കുറേ സ്ഥലങ്ങളുണ്ടാവും മീൻ പിടിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ കൊളവള്ളി. പിന്നെ പനമരം ഭാഗത്ത് ഇഷ്ടംപോലെ മീനുണ്ടാവും. മാനന്തവാടി, വള്ളിയൂർക്കാവ്, അങ്ങനെ കുറേ ഭാഗങ്ങളുണ്ട്. ഇവിടെ ഇപ്പം ഇന്നൊക്കെ മഴ ഭയങ്കര കുറവാണ്, നല്ല വെയിലാണ്. അത് കാരണം മീൻ പറ്റ കുറവാണെന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പോയ സ്ഥലത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഇവിടെ ഒന്ന് പോയി നോക്കണം. ഒരുത്തിന് ചെമ്പല്ലി വേണമെന്ന് പറഞ്ഞു. ചെമ്പല്ലി നമ്മൾ നടന്ന് ഏകദേശം പുഴേൻ്റെ അവിടെ എത്താറായി. ഇവിടെ മിക്കവാറും മീനുണ്ടാവുമെന്നാണ് ഞാൻ പറഞ്ഞത്. അറിയത്തില്ല അവിടെ എത്തുമ്പോൾ എന്താ സ്ഥിതിയെന്ന്. കണ്ടോ, നമ്മൾ കണ്ടതിൽ കൂടെ എന്തെങ്കിലും ഇത് അവിടെയാണ്, ആ കാണുന്ന അവിടെയാണ് നമ്മൾ വണ്ടി ഇട്ട്. എന്നിട്ട് ഇങ്ങനെ നടന്ന് നമ്മൾ പുഴേൻ്റെ അങ്ങോട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. ഏകദേശം 1 കിലോമീറ്റർ ഒന്നുമില്ല, ഒരു 100-300 മീറ്റർ ഉണ്ടാവും. ഞാൻ നടന്നു. അല്ല, ഇവിടെ ആന വരുന്ന സ്ഥലം കേട്ടോ. ഫെൻസിങ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് രാത്രി ആയി കഴിഞ്ഞാൽ ഈ സാധനം ഓണാക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കറണ്ട് ഇങ്ങനെ വരും. പക്ഷേ കണ്ടിന്യൂസ് കറണ്ട് ആയിരിക്കില്ല. ടക്ക് 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 ആന വന്ന് വിട്ട് കഴിഞ്ഞാൽ അടിച്ചിങ്ങനെ ടക്ക് അടിച്ച് പോകും, സൗണ്ട് വരും കേട്ടോ. ഇത് ഫുള്ളതാണ്. നമ്മൾ ഏകദേശം സ്ഥലമെത്തി. അവിടെ കുറേ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അവിടെ പോയി നോക്കണേ. അന്ന് കാണിച്ചേ അതിൽ ഏതായി ചെമ്പല്ലി? അതില്ലേ വലുത്? അതാണ് ചെമ്പല്ലി അല്ലേ? അപ്പം നമ്മൾ ഈ കാണുന്ന കബനിയാണ് കേട്ടോ. കബനി ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കുറേ പേര് മീൻ പിടിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് അവിടുന്ന് മീൻ കിട്ടിയില്ല, കുഞ്ചി തിരിച്ചു പോകും.